നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചീനെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചീയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് ഈ ചീ ചെയ്യുന്നത്, നമ്മൾ കുറേ പറയുന്നുണ്ട് അല്ലേ. ചീ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആൾറെഡി കുറച്ച് പേര് ഇത് പഠിച്ചവരുണ്ടാവും, കുറച്ച് പേര് പഠിക്കാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തിരി സ്ലോവിൽ പോകുന്നത്. അപ്പോൾ ചീ എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാലും ആ ശരീരത്തിനകത്ത് നമ്മുടെ സർക്യൂട്ട് ബോർഡ്സ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു കിഡ്നി എടുക്കുകയാണെങ്കിൽ കിഡ്നി ഉണ്ടാവും, യൂറിനറി ബ്ലാഡർ ഉണ്ടാവും, അതിൻ്റെ മെറീഡിയൻസ് എല്ലാം തന്നെ ഉണ്ടാവും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവനുള്ള ആളിനകത്ത് അതിൻ്റെ മൂവ്മെൻറ്റ് ഫങ്ഷനാലിറ്റി നടക്കും, മരണപ്പെട്ട ശരീരത്തിനകത്ത് അത് നടക്കത്തില്ല. ഇതാണ് വ്യത്യാസം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യത എന്താ വെച്ചാൽ ചീ തന്നെയാണ്. ആ ചീയാണ് ഇതിനെല്ലാം നടക്കുന്നത്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് തന്നെ ഈ പഞ്ചഭൂതങ്ങളുടെ പ്രൊപ്പോർഷനേറ്റ് കോമ്പോസിഷൻ ആണെന്ന് പറയാം. ഓക്കെ, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് 5 എലമെൻറ്റിൻ്റെ പ്രൊപ്പോർഷനേറ്റ് കോമ്പോസിഷനാണ്. അപ്പോൾ സുജോക്ക് പഠിച്ചവർക്ക് ചോദിക്കാം 6 കീ ആണെങ്കിലോ. അപ്പോൾ ആ ഫയറിനെ തന്നെ 2ആയി കണ്ടു എന്നേ ഉള്ളൂ. പ്രധാനം എപ്പോഴും വന്നിട്ട് ഇവിടെ വന്നിട്ട് ചീ എന്ന് പറയുന്ന സാധനം, ചീ എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ ഇൻ ആൻഡ് യാങ് ആയിട്ട് കാണുന്നു. ഓക്കെ, ഈ ചീനെ തന്നെയാണ് നമ്മൾ 5 എണ്ണമായിട്ട് കണ്ടത്. ഈ ചീനെ തന്നെയാണ് മറ്റേ 5 ഇന്നും 5 യാങ്ങും ആയത്. പിന്നീട് 6 ഇന്നും 6 യാങ്ങും ആയിട്ട് പറയുന്നത്. ഇതെല്ലാം തന്നെ ഒരേ സാധനത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരേ സാധനമാണ്. പക്ഷെ അത് കാഴ്ചയ്ക്കും മറ്റുമൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഇതെല്ലാം തന്നെ ചീ തന്നെയാണ്. സോ ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഫങ്ഷനാലിറ്റി പറഞ്ഞതിന് ആകത്തൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ചീ ഹ്വാ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഓഫ് ചീ എന്നുള്ള പേരിൽ നമുക്ക് പറയാം. അതായത് ഒരു മൂവ്മെൻറ്റിന് മാത്രമായിട്ട് ചീ അവിടെ ഹെൽപ്പ് ചെയ്യുന്നില്ല. മൂവ്മെൻറ്റ് എങ്ങോട്ട് നടക്കണമെങ്കിൽ അപ്വേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ശരി, ഡൗൺവേർഡ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ശരി, ലെഫ്റ്റിലേക്ക് പോകണമെങ്കിലും റൈറ്റ് സൈഡിലേക്ക് പോകാനാണെങ്കിലൊക്കെ തന്നെ നമുക്ക് ചീയുടെ എഫിഷ്യൻസി നന്നായിരിക്കും. ശശി മാം എന്തെങ്കിലും സംശയം ചോദിക്കുന്നുണ്ടോ? സോ ഇത് മാത്രം ശരീരത്തിനകത്ത് നടന്നാൽ പോരാ, ഓരോ ഓർഗണും ഡെവലപ്പ് ആവണം. അങ്ങനെ ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കാവോ? സംശയം ചോദിക്കുമ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ആക്കിയിട്ട് ചോദിച്ചോളൂ. ഓക്കെ, സംശയങ്ങൾ ചോദിക്കുമ്പോൾ അപ്പം തന്നെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. അല്ലാത്ത സമയത്ത് എല്ലാവരുടെയും മൈക്കൊന്ന് മ്യൂട്ടാക്കുക. ഡിസ്റ്റർബൻസ് അല്ല, നിങ്ങൾ മൈക്ക് മ്യൂട്ടായിട്ട് അവിടുന്ന് ചെറിയ ശബ്ദം വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനാണെന്ന് വിചാരിക്കും. അത് ബാക്കിയുള്ളവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ദയവായിട്ട് മ്യൂട്ടാക്കി വെക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ചിലർ മൊബൈൽ ഓപ്പറേഷൻ അത്ര വശമില്ലാത്തവരുണ്ടാവും, അവരുടെ മ്യൂട്ട് എന്നാണ്. ശശി മാം ഒന്ന് മ്യൂട്ടാക്കാവോ? ശശികുമാരി മാം. ഓക്കെ, അപ്പം നമ്മളുടെ ഈ കഴിക്കുന്ന ആഹാരങ്ങൾ ശരിക്കും ദഹിക്കണം. ഈ ദഹനത്തിൽ നിന്നും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻസ് എടുക്കണം. ഈ ന്യൂട്രീഷ്യൻസ് ഒക്കെ തന്നെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും ഇതെല്ലാം തന്നെ എവിടേക്ക് പോകണം? അപ്പർ ഏരിയയിലേക്ക് സ്പ്ലീനിൻ്റെ സഹായത്താൽ ലങ് ആൻഡ് ഹാർട്ടിലേക്ക് വരണം. അവിടുന്ന് ബ്ലഡിൽ മിക്സ് ചെയ്ത് വെളിയിൽ നിന്നും വലിച്ചെടുത്ത പ്യുവർ ഓക്സിജൻ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഗ്യാസ്ട്രിക് സാധനങ്ങളും ഈ ദഹനത്തിൽ നിന്നും എടുത്തിട്ടുള്ള പ്രോട്ടീൻസ് ആയാലും ശരി, എല്ലാ സാധനങ്ങളും ഓരോ സെല്ലുകളിലേക്കും അതെത്തണം. ആ സെല്ലുകളിൽ നിന്ന് ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ബൈ പ്രൊഡക്റ്റ് ഇന്നിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു സാധനം അകത്തേക്ക് കൊടുക്കുമ്പോൾ തിരിച്ചുണ്ടാവും. എല്ലാ സാധനം അങ്ങനത്താണ്. ഇപ്പം നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ ആ ഗ്ലാസ് ആൾറെഡി എയർ കൊണ്ട് ഫുള്ളായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ അതിനകത്തേക്ക് എന്തെങ്കിലും ലിക്വിഡോ സോളിഡായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്യാസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഗ്ലാസ്സിനകത്ത് ആൾറെഡി ഉള്ള സാധനം പുറത്തേക്കും വരണം. അപ്പോൾ പ്രകൃതി തന്നെ ഡ്യുവാലിറ്റിയിലാണുള്ളത്. അതായത് ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റമാണ് എല്ലാവിടെയും ഉള്ളത്. ഓക്കെ, വടി കൊടുത്താൽ അടി കിട്ടുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവിടെയും ഈ ഡ്യുവാലിറ്റി കാണും നമുക്ക്. അല്ലാണ്ട് ഒരു സിംഗിൾ സിസ്റ്റം ഇല്ല ഇവിടെ. പ്രകൃതിയിലെല്ലാം തന്നെ ഒരു കൊടുക്കൽ വാങ്ങലാണ്.
അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം നിങ്ങൾ വാങ്ങുകയാണ്, സ്വർണം വാങ്ങുകയാണെങ്കിൽ അതൊരു അസറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മണി വാല്യൂ കൊടുക്കണം. ഇത് പണ്ട് ബാർട്ടർ സിസ്റ്റത്തിലായിരുന്നു എങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടാണ് അതിന് പകരം വാങ്ങുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡ്യുവാലിറ്റി എല്ലാ ഫങ്ഷനാലിറ്റിയിലും കിട്ടും. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞാൻ പൈസയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മനസമാധാനം, അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ സാറ്റിസ്ഫാക്ഷൻ 2-3 തരത്തിലുണ്ട്. ഓക്കെ, ഒന്ന് ദൈവത്തിനെ ബോധിപ്പിക്കാൻ, ഇനിയൊന്ന് നമ്മളുടെ മനസ്സിനെ ബോധിപ്പിക്കാൻ, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാ കാര്യവും ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും ശരി, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും എത്ര നല്ല ആളാണ്, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നല്ല, ഹീ ഈസ് എക്സ്പെക്റ്റിംഗ് സംതിങ്. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് വന്നിട്ട് നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായ മനസ്സോടെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. യു ആർ എക്സ്പെക്റ്റിംഗ് സംതിങ്. അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ പ്രകൃതിയുടെ നിയമമാണത്. ഓക്കെ, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് എടുത്തു തരുന്നു, ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കണം, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണമെന്ന്. ഇറ്റ് ഈസ് ആൻ എക്സ്പെക്റ്റേഷൻ അല്ലേ? ആണോ അല്ലയോ? ആ എക്സ്പെക്ടേഷൻ ഇല്ലാത്ത സമയത്ത് ഞാനത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലാണെങ്കിലും ഗ്രൂപ്പിലാണെങ്കിലും ഞാൻ അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇല്ലേ? എന്താണ്, ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല, അതുകൊണ്ട് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിലും ഞാൻ എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളെയൊക്കെ പേരിനെങ്കിലും വന്നിരുന്നേക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ബോധിപ്പിക്കുകയാണ്, ഞാനെല്ലാം എൻ്റെ കറക്റ്റായി ചെയ്യാണ്, എനിക്ക് മരണം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് സ്വർഗ്ഗലോകം കിട്ടണം, അതല്ലെങ്കിൽ എനിക്ക് അനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിൽ നല്ലൊരു ലൈഫ് കിട്ടണം, എന്തെങ്കിലും സംതിങ്. ഒരു എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മളെല്ലാവരും തന്നെ നമ്മളെ അറിഞ്ഞും അറിയാതെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ പുണ്യകർമ്മങ്ങളാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം സിൻസിയറാണെന്ന് പറയുമെങ്കിലും സത്യം പറഞ്ഞാൽ അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ശരീരത്തിനകത്ത് ഒരു ചെറിയ ഈ മൂവ്മെൻറ്റ്സോ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, നമ്മളുടെ എല്ലാ പ്രവൃത്തിയും, ഏതൊരു സാധനം, ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, മൂത്രം ഒഴിച്ച് നമ്മൾ വെള്ളം കുടിച്ചിട്ട് അത് യൂറിനിലൂടെ പോകണമെങ്കിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിനും എന്ത് വേണം, ഈ ആക്ടിവിറ്റീസ് ഓഫ് ചിയുടെ ഫങ്ഷനാലിറ്റി പ്രോപ്പറായിരിക്കണം. ഈ പ്രോപ്പർ ആയിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ബോഡിക്ക് ഞാനൊരു ചെറിയൊരു പണി കൊടുക്കുന്ന സമയത്ത് ബോഡി ഹീറ്റ് ആവുകയും ആ ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിക്കകത്ത് നിന്ന് വേർപ്പ് ഫോം ചെയ്യുകയും ആ ശരീരത്തിനെ തണുപ്പ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നത്. അതേമാതിരി തന്നെ തണുപ്പ് കൂടുതലാകുന്ന സമയത്ത് വാംനെസ്, നമ്മുടെ ശരീരത്തിനകത്ത് ചൂട് കൂടും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ചൂട് ഒരുപാടുള്ള സമയങ്ങളിൽ പറയും, ഇപ്പോൾ നിങ്ങൾ തണുത്ത സമയങ്ങളിൽ, തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ വിശപ്പ് കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ ഉള്ളിൽ വാംനെസ് കൂടും, എങ്കിലേ നിങ്ങളുടെ ബോഡി ഓർഗൻ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേ സമയത്ത് വേനൽക്കാലത്ത് നോക്കൂ, നിങ്ങൾക്ക് വിശപ്പ് കുറവായിരിക്കും. ജനറൽ കേസസ് ആണ്, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലോ ഒരു സാഹചര്യത്തിലോ അല്ല പറയുന്നത്, ജനറലായിട്ടാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചൂട് കൂടിയ സമയങ്ങളിൽ നിങ്ങൾക്ക് ആഹാരത്തിന് വലിയ വിശക്കുന്നതിന് എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിക്കണം എന്നല്ലാതെ തണുപ്പ് കാലത്ത് കഴിക്കുന്നത് പോലെ കൂടുതലായിട്ട് കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവിടെ വന്നിട്ട് വെളിയിലെല്ലാം ചൂട് ഹീറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ബോഡിക്കകത്ത് അത്രത്തോളം ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് ആവുമെന്ന് പറയുന്നത് കൊണ്ട് ബോഡിക്കകത്ത് എന്ത് ചെയ്യിച്ചാൽ ആ വാംനെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറയുന്നതായിട്ടൊക്കെ തോന്നുന്നത്. തണുപ്പ് കാലത്താണെങ്കിൽ നിങ്ങൾ കുറേ കൂടുതലായിട്ട് കഴിക്കും. സോ ഇതെല്ലാം നമ്മളുടെ ശരീരത്തിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതൊരു ഫങ്ഷനാലിറ്റി നടക്കണം എന്നുണ്ടെങ്കിലും, വാട്ടർ മെറ്റബോളിസം ആയിക്കോട്ടെ, ബ്ലഡിൻ്റെ മെറ്റബോളിസം ആയിക്കോട്ടെ, ഫ്ലൂയിഡ്സിൻ്റെ മെറ്റബോളിസം ആയിക്കോട്ടെ, നിങ്ങൾക്ക് വന്നിട്ട് ഓരോ സമയത്തും പുറത്തേക്ക് പോകുന്ന നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെ പുറത്ത് പോകുന്നുണ്ടോ, എന്തൊക്കെ അകത്തേക്ക് വരുന്നുണ്ടോ, ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഓരോ സെല്ലുകൾ എത്ര ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ടോ അത്ര ട്രില്യൺസ് ഓഫ് സെൽസിൻ്റെയും ഫങ്ഷനാലിറ്റി മൂവ്മെൻറ്റും എല്ലാം കണക്ട് ചെയ്യുന്നത് ചിയുടെ
ആ കൂടിയുള്ള ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂറിൻ പോകുന്നതാകും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മളുടെ ചീ നമ്മൾ എത്രത്തോളം നന്നാക്കി വെച്ചിരിക്കുന്നു അത്രത്തോളം നമ്മളുടെ ഹെൽത്തി ആയിരിക്കും. നമ്മളുടെ ഹെൽത്തി എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്തി മാത്രമല്ല, മെൻ്റൽ ഹെൽത്തി എന്ന് പറയുന്ന ഒന്നുണ്ട്. മാനസികമായി നമ്മൾ എത്ര പക്വതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദ മൂവ്മെൻറ്റ്സ് ഓഫ് ചീ ആൻഡ് ദ ഫോം ഓഫ് മൂവ്മെൻറ്റ്സ്. അതായത് ഇനി നമ്മൾ ഇതിനെ തന്നെയാണ് ഡെപ്തായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചീനെ കുറിച്ച് നമ്മൾ ചീയുടെ ഫങ്ഷണാലിറ്റിയെ കുറിച്ച് പഠിച്ചു. ഇനി മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ആൾറെഡി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞാണ്, നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. അസെൻഡിങ് ഉണ്ട്, ഡിസെൻഡിങ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. അതായത് ബേസിക് മൂവ്മെൻറ്റ്സ് നമുക്ക് പറയുന്നത് എന്താണ്? ഒരു സാധനം ബ്രീത്ത് ഇന്ന് ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള വായു മൂക്കിനകത്തേക്ക് കൂടി ലങ്സിലേക്ക് പോകുന്നു. ലങ്സ് അതിനെ ശരീരം മുഴുവനും സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡൗൺവേർഡിലേക്ക് കൊടുക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്നത് ചെസ്റ്റ് വന്നിട്ട് അല്ല, ലങ് എന്ന് പറയുന്നത് കനോപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരീരത്തിന് ബാക്കിയുള്ള ഓർഗൻസ് എല്ലാം ഇതിൻ്റെ താഴെ ആയതുകൊണ്ട് ലങ്സ് ചീ എടുത്തുകൊണ്ട് താഴേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, യോഗയിൽ ഉള്ള ആരെങ്കിലും ഉണ്ടോ? അപാന വായു എന്നൊക്കെ പറയുന്നത് പോലെ, നമ്മൾ പുറത്ത് പോകുന്നത് പ്രാണനാണെന്ന് പറയുന്നത് പോലെ, വെളിയിലുള്ള ഓക്സിജനെ എടുത്ത് ശരീരത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത് ഡിസെൻഡിങ് മൂവ്മെൻ്റ് ആണ് അല്ലേ, താഴേക്ക് പോകുക എന്നുള്ളത്. അതേമാതിരി ആഹാരം ദഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഈ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീനിൻ്റെ സഹായത്താൽ എവിടെ എത്തണം? ചെസ്റ്റിലേക്ക് എത്തണം. എന്നിട്ട് ചെസ്റ്റിൽ പിന്നെ ലങ് ഏരിയയിൽ അല്ലെങ്കിൽ ചെസ്റ്റ് ഏരിയയിൽ എത്തിയിട്ട് അത് പിന്നെ ബ്ലഡിൽ മിക്സ് ആയിട്ടാണ് ബാക്കിയുള്ള ശരീരത്തിലേക്ക് പോകുന്നത്. അല്ലാണ്ട് ഇത് സ്പ്ലീന് നേരിട്ട് ഓരോ സെല്ലുകൾക്കും കൊടുക്കുകയല്ല. സോ മറ്റേ അങ്ങനെ. അപ്പം നമുക്കിപ്പോൾ നോർമലി അസെൻഡിങ് ആയി, പിന്നെ എന്താ ഡിസെൻഡിങ് ആയി. അതേമാതിരി തന്നെ സ്മോൾ ഇൻഡസ്ട്രിയനിൽ ഫുഡ് പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിയനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് ആദ്യം അത് കയറി വരും, അതിനുശേഷം ട്രാൻസ്വേഴ്സലായിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇത് നമ്മുടെ ശരീരത്തിന് നടക്കുന്ന എല്ലാ ഫങ്ഷണാലിറ്റി മൂവ്മെൻറ്റ്സും ഇതൊക്കെ ബേസിക് മൂവ്മെൻറ്റ്സ് ആണ്. എന്താണ്? അസെൻഡിങ് ആവുന്നത്, ഡിസെൻഡിങ് ആവുന്നത്, ഓക്കെ, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകുന്നതൊക്കെ വന്നിട്ട് നോർമൽ ചീയാണ്. ഇത് എല്ലാ ഓർഗൻ റിലേറ്റഡ് ആയിട്ടും കിടക്കുന്നുണ്ട്. ഇപ്പോൾ കിഡ്നിയിലേക്ക് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ കിഡ്നിയും അതിൻ്റെ മൂവ്മെൻറ്റിൽ കൂടെ തന്നെയാണ് അതിൻ്റെ ആവശ്യമില്ലാത്ത ടോക്സിൻസിനെ താഴോട്ട് കളയുന്നതും ആവശ്യമുള്ള ലിക്വിഡ്സിനെ ഒക്കെ വന്നിട്ട് നമുക്ക് തിരിച്ച് അപ്വേർഡിലേക്ക് അയക്കുന്നതും. അതേപോലെ തന്നെ ലിവറിൻ്റെ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം തന്നെ ചീയുടെ അസെൻഡിങ്, ഡിസെൻഡിങ്, അതേപോലെ തന്നെ വശങ്ങളിലേക്കുള്ള വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അയക്കാം, ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മുഴുവൻ എത്തണമെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവണം. ഓക്കെ, അപ്പം ഈ മൂവ്മെൻറ്റ്സ് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു പുഴയെ കൂടി വെള്ളം പോകുന്നു, ആ പുഴയിൽ സഫീഷ്യൻ്റ് ആയിട്ട് വെള്ളം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് ഇല്ല എങ്കിൽ അത് എവിടെയെങ്കിലും വന്നിട്ട് സ്റ്റാഗ്നൻ്റ് ആവും. എന്താണ് സ്റ്റാഗ്നൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മൂവ്മെൻറ്റിനുണ്ടാവുന്ന തടസ്സങ്ങൾ. ഓക്കെ, മൂവ്മെൻറ്റിനുണ്ടാവുന്ന തടസ്സങ്ങൾ. അപ്പോൾ ചീ സ്റ്റാഗ്നേഷൻ, ഈ വാക്കുകളൊക്കെ നമ്മൾ പാറ്റേണിലേക്ക് പോകുമ്പോൾ ആവശ്യം വരും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാകാത്തതൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൻ്റെ ബാക്കിൽ എഴുതൂ. ചിലത് ഞാൻ ഇന്ന് തന്നെ ക്ലിയർ ചെയ്യും. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, ചില കാര്യങ്ങൾ മാത്രം നമുക്ക് പിന്നീട് നോക്കാമെന്ന് പറയുന്നത് മാത്രം നമ്മൾ പാറ്റേണിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ചില വാക്കുകളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കണം. ചീ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഗമമായ തടസ്സം, ഓടാതെ തടസ്സം സംഭവിക്കുക. അപ്പോൾ വെരിക്കോസ് വെയിൻ, എന്താണ് വെരിക്കോസ് വെയിൻ്റെ? കാലിനകത്ത് നെർവ്സൊക്കെ വന്നിട്ട് പിടച്ച് ബ്ലൂയിഷ് ആയിട്ട് കാണുക. ആക്ച്വലി എന്താണ് സംഭവം? ബ്ലഡ് സുഗമമായി ആ മറ്റേ വെയിനിലൂടെ എവിടേക്ക് എത്തണം? ഹാർട്ടിലേക്ക് എത്തണം. അവിടെ ഒരു സ്റ്റാഗ്നേഷൻ വരുമ്പോൾ അവിടെ ഫ്ലോ ഏതോ കാരണം കൊണ്ട്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സ്റ്റാഗ്നേഷൻ വരും. എന്തോ കാരണം കൊണ്ട് ഈ ബ്ലഡ് ശരിക്കും ഫ്ലോ ആയില്ല, അപ്പോൾ അവിടെ സ്റ്റാഗ്നേഷൻ വന്നു. അങ്ങനെ സ്റ്റാഗ്നേഷൻ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ വെയിനിലേക്ക് ലോഡ് വരുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറുന്നു. ഓക്കെ, സോ ഇതേമാതിരി ഇൻറ്റേർണലി ഒക്കെ സംഭവിക്കുന്ന സമയത്ത്, സ്റ്റാഗ്നേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറയും നീരിറങ്ങി, അതുകൊണ്ട് എനിക്ക് തലവേദന വരുന്നു, അല്ലെങ്കിൽ വയറിനകത്ത് എന്തോ ഒരു കല്ല് വെച്ച പോലെയുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ മൂവ്മെൻറ്റ് പ്രോപ്പർ അല്ല.
അപ്പോൾ അതൊക്കെ സ്റ്റാഗ്നേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അതേമാതിരി റിവേഴ്സ് ഫ്ലോ ഓഫ് ചി. എന്താണ് റിവേഴ്സ് ഫ്ലോ ഓഫ് ചി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വായിൽ നിന്ന് മറ്റേ ആഹാര പോകേണ്ട പാത്വേ കൂടിയിട്ട് സ്റ്റൊമക്കിലേക്ക് എത്തണം അന്നനാളത്തിലൂടെ. അതിന് പകരം താഴെ നിന്നുള്ള ആഹാരം സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോണതിന് പകരം അവിടുന്ന് റിവേഴ്സലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഛർദി എന്ന് പറയും അല്ലേ, വോമിറ്റിംഗ്. സോ അത് റിവേഴ്സ് ഫ്ലോ ഓഫ് ചി ആണ്. അതായത് നോർമലി പോകേണ്ട മാതിരിയല്ല പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. സോ അത് റിവേഴ്സ് ഫ്ലോ ഓഫ് ചി. അതേമാതിരി സിങ്കിങ് ഓഫ് ചി, ഓവർ ഡിസെൻഡിങ് ലെസ് അസെൻഡിങ് ഓഫ് ചി. അതായത് മറ്റേ എന്താ പറയുക, താഴേക്ക് പോകണം. അതായത് നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ദിവസം വന്നിട്ട് 2 പ്രാവശ്യമൊക്കെ മോഷൻ പോകുന്നത് കുഴപ്പമില്ല. പക്ഷേ ചില ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും അവർക്ക് ബാത്റൂമിൽ പോകണം. അപ്പോൾ എപ്പോൾ എന്ത് കഴിച്ചാലും ശരി, ഒരു ദോശ വൈകുന്നേരം കഴിച്ചാൽ ഇമ്മീഡിയറ്റായി ബാത്റൂം പോകണം, ഡിന്നർ കഴിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാത്റൂം പോകണം, രാവിലെ ആഹാരം കഴിച്ചാൽ ബാത്റൂം പോകണം, രാവിലെ ആഹാരം കഴിച്ചാലും ഇല്ലെങ്കിലും ചിലവർ 3 പ്രാവശ്യം പോകുന്നവരുണ്ട്. ഇതൊക്കെ വന്നിട്ട് സിങ്കിങ്ങിൻ്റെ ചീര് വരുന്ന ഇംബാലൻസ് ആണ്. ഓക്കെ, ഓവറായിട്ട് സാധനം പുറത്തേക്ക് പോവാം, കഴിച്ച് ദഹിച്ച് അത് കഴിഞ്ഞ് ഇതിനെ ഹോൾഡ് ചെയ്യും, അങ്ങനെയുള്ള കപ്പാസിറ്റി ഇല്ല. അതേമാതിരി തന്നെ യൂറിനേഷൻ തടസ്സം വരാതിരിക്കുക, അതായത് വിചാരിച്ച് ബാത്റൂം എത്തുമ്പോഴേക്കും പോവുക. ഇതെല്ലാം തന്നെ സിങ്കിങ്ങിൽ വരുന്ന ഇഷ്യൂസ് ആണ്. ഓക്കെ, ചീ സിങ്കിങ്ങിൻ്റെ ഇംബാലൻസ് ആണ്. ചീ കൊളാപ്സ് ആവും, അതായത് അത് മൊത്തത്തിൽ തന്നെ ഡിസ്മാൻഡിലിംഗ് ആവുക. ചീ ലീവ്സ് ദ ബോഡി. ഓക്കെ, മരണം സംഭവിക്കുമ്പോൾ എന്തായി, നമ്മുടെ ചീ കൊളാപ്സായി പുറത്തു പോയി. അതേമാതിരി ഏതെങ്കിലും ഒരു ഓർഗൻ കൊളാപ്സ് ആവുന്ന സമയത്താണ് അതിൻ്റെ പൊസിഷൻ എല്ലാം മാറുന്നത്. ഓക്കെ, ക്ലോസ്ഡ് ചീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ലോക്ക് ആവുക. അങ്ങനെ ലോക്ക് ആകുന്ന സമയത്താണ് നിങ്ങൾ ശ്വാസം വലിച്ചു പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ല, അവിടെ ലോക്കായ പോലെ തോന്നുക. മനസ്സിലാവുണ്ടോ? ഹലോ, ഓക്കെ, എന്തെങ്കിലും സംശയം അൺമ്യൂട്ട് ചെയ്ത് അപ്പം തന്നെ പോവാം. ഇതെല്ലാം തന്നെ ചീഡ് അബ്നോർമൽ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഡിസീസ് ഫോഴ്സ് ആണ് ഇതെല്ലാം തന്നെ. ഓക്കെ, ഇതെല്ലാം നമ്മൾ റെഗുലറായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ നേരത്തെ വന്നിട്ട് മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടായി കണ്ടു. ഈ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യുന്നു, ഓരോ എന്താ പറയുക, ഇംബാലൻസിന് ഓരോ പേരിൽ നിങ്ങൾ വിളിക്കുന്നു. ഒരാൾ വൊമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഫ്ലോ ചീ, റിബല്ലസ് എന്ന് പറയും. റിവേഴ്സ് ഫ്ലോ ഓഫ് ചീനെ റിബല്ലസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ സാധാരണ ഒരു പാർട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ പാർട്ടിയുടെ റിബലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പറയുന്നതിന് വിപരീതമായി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നോർമലായി പോകുന്ന ആളുകളിൽ നിന്നും വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നവരെ റിബൽ എന്ന് പറയും. സോ റിവേഴ്സ് ഫ്ലോ ഓഫ് ചീ. ഓക്കെ, ചീ സ്റ്റാഗ്നേഷൻ എന്ന് പറയുമ്പോൾ തടസ്സം. അപ്പം നമ്മൾ ഇനി ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലത്തേക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക്, ഒന്നിൽ കൂടുതലോ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് 1-2 ദിവസം കൊണ്ട് പറ്റില്ല. നിരന്തരമായിട്ട് ആ ഡിസീസിനെ കുറിച്ചിട്ട് അതിലെ മേജർ ഏതാണ്, മെയിനായിട്ടുള്ള ഇഷ്യൂസ് എന്താണ്, ആ മെയിനായിട്ടുള്ള ഇഷ്യൂസ് എന്താണ്, സ്റ്റാഗ്നേഷൻ ആണോ, റിവേഴ്സ് ഫ്ലോ ആണോ, അല്ലോ സിങ്കിങ് ആണോ, ക്ലോസ്ഡ് ആണോ, കൊളാപ്സ്ഡ് ആണോ എന്നൊക്കെ അറിഞ്ഞൂടെ? ഇനി ശ്രദ്ധിച്ചുകൂടെ നിങ്ങൾക്ക്? ഒരു ഭ്രാന്ത് പിടിച്ചു, അയാളുടെ നട്ടും ബോൾട്ടൊക്കെ ലൂസായിരിക്കുകയാണെന്ന് പറയാം അല്ലേ, കൊളാപ്സ്ഡ് ആണ്. അയാളുടെ മൈൻഡ് മുഴുവനും കൊളാപ്സ്ഡ് ആണ്. ചിലപ്പോൾ സാധാരണ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ അവർ വന്നിട്ട് പരസ്പര ബന്ധമില്ലാതെയൊക്കെ സംസാരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ കൊളാപ്സ് ആവുന്നതാണ്. അവർ കൊളാപ്സായി, ആള് കുഴഞ്ഞു വീണു അല്ലേ, കൊളാപ്സ് എന്നുള്ള ഉദ്ദേശത്തിൽ. കാരണം ആ ചീ അവിടുന്ന് പോയി, ആ ചീ ഇല്ല, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചീ ഇല്ല. അപ്പോൾ അതിനെ കൊളാപ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ക്ലോസ്ഡ് ചീ എന്ന് പറയുന്നത് ലോക്ക് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ എയറിലൊക്കെ ഗ്യാസൊക്കെ ഇടയിൽ മസിൽസിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് ചെസ്റ്റ് റീജിയനിലാണെങ്കിൽ ചിലവർക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ള ഫീലിൽ ഇപ്പോൾ ECG വരെ എടുക്കും. കാരണം അത് ചീ ലോക്കായാലും ഇത് ബുദ്ധിമുട്ടാണ്. അതൊരു ഭാഗത്ത് എവിടെയും അങ്ങനെ ഇരിക്കാൻ പാടില്ല. ചീ ഷുഡ് മൂവ്. ഓക്കെ, പൈസയും ഏത് സാധനങ്ങളും ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രകൃതിയിൽ മാറ്റം നിർബന്ധമായിട്ടുണ്ടാവും. ഇന്ന് ഫ്ലറിഷിംഗ് ആയിരിക്കുന്ന കൺട്രി നാളെ, അല്ലെങ്കിൽ ഫ്ലറിഷിംഗ് ആയിരിക്കുന്ന സ്ഥലം നാളെ ഒന്നുമില്ലാതായി മാറും. ഓക്കെ, ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് പുതിയ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇതൊരു സൈക്ലിക്കാണ്. അപ്പോൾ ഇതെല്ലാം എനർജി ബേസ്ഡ് ആണ്. അപ്പോൾ ഈ എനർജി എപ്പോഴും ഒരു കാലത്ത് ഒരേ സ്ഥലത്ത് നിൽക്കത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാറ് എപ്പോഴും ഒരു എന്താ പറയുക, വലിയൊരു ഫാമിലിയാണ്, അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി വലിയൊരു ഫാമിലി ആണെങ്കിൽ ആ ഫിനാൻസ് കുറച്ച് കാലമേ അവരുടെ കയ്യിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെയുള്ളവർ പാപ്പരാവാൻ നിർബന്ധമായിട്ടാവും.
അത് ആ ചീ വേറെ എവിടേക്കെങ്കിലും ട്രാൻസ്ഫോം ആവും. അത് അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് ഓരോന്ന് പറയുമ്പോഴും ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലാസ്റ്റത്തെ 4 ലൈൻ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഓക്കെ, ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ചി. അപ്പോൾ ചീ എന്ന് പറഞ്ഞു. ഇതേ ചീനെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? 5 എലമെൻറ്റും ഒന്ന് തന്നെയാണ്, ഇനിയാങ് ഒന്ന് തന്നെയാണ്, ഓരോ രൂപമാണെന്ന് പറഞ്ഞു. ഓക്കെ, അതല്ലാതെ ഈ ചീക്കകത്ത് തന്നെ പിന്നെയും നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യണം. പ്രധാനമായിട്ട് 4 എണ്ണമാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ആ 4 എണ്ണം എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചില പുസ്തകങ്ങളിലൊക്കെ ചില പ്രൊണൗൺസിയേഷനും ചെറിയ സ്പെല്ലിങ്ങിനും മാറ്റം ഉണ്ടാവും. അപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് പോയാൽ മതി. നമ്മൾ ചീനെ വന്നിട്ട് 4ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് യുവാൻ ചീ എന്ന് പറയും. ഓക്കെ, അത് പ്രൈമറി ചീ എന്ന് പറയും. പിന്നെ ഒന്ന് സോങ് ചീ. ഓക്കെ, അതിനെ പെക്ടറൽ ചീ എന്ന് പറയും. പിന്നെ ഒന്ന് ഇങ് ചീ, അതിനെ ന്യൂട്രീറ്റീവ് ചീ എന്ന് പറയും. വി ചീ എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് ചീ. ഈ വി ചീ ഒക്കെ നമ്മൾ റെഗുലറായിട്ട് നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, ഇതാണ് 4 എണ്ണം. ഈ 4 എണ്ണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ സ്ലൈഡ് പ്രസൻറ്റേഷനിലല്ല എടുത്തത്. ഓക്കെ, ഈ സ്ക്രീൻ ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തോളൂ. ഓക്കെ, ഇനി ഈ 4 എണ്ണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറേശ്ശെ നോക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 4 ടൈപ്പ് ഓഫ് ചീ ഉണ്ട്. ഓക്കെ, ഈ 4 ചീക്ക് എന്താണ് പ്രത്യേകത എന്നുള്ളത് നമ്മളിനി നോക്കാം. ഓക്കെ, പ്രൈമറി ചീ എന്ന് പറഞ്ഞു. പ്രൈമറി ചീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചീ. അത് എവിടുന്ന് കിട്ടുന്നതാണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ കുഞ്ഞായി ജനിക്കുന്ന സമയത്ത് അച്ഛൻ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചീയാണ്. ഓക്കെ, യുവാൻ ചീ. ഇതൊക്കെ നമ്മൾ ആളുടെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ യുവാൻ ചീ എന്ന് പറയുന്നത് പ്രൈമറി ചീ ആണ്. ഇതാണ് ഒറിജിനൽ ചീ അല്ലെങ്കിൽ ജെനുവിൻ, പത്തരമാറ്റ് തങ്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന യുവാൻ ചീ ആണ്. ദിസ് ഈസ് ആൾസോ കാൾഡ് ഒറിജിനൽ ചീ ഓർ ജെനുവിൻ ചീ, അല്ലെങ്കിൽ പ്രീനാറ്റൽ ചീ എന്നൊക്കെ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ചീ. നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചീ ആണ് ഇത്. ചീ ഉണ്ടെങ്കിൽ അടുത്തത് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് യുവാൻ ചീ ആണ്, അല്ലെങ്കിൽ ഒറിജിനൽ ചീ ആണ്. ആസ് വെൽ ആസ് പ്രൈമറി മൂവിങ് ഫോഴ്സ് ഓഫ് ദ വൈറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ പ്രൈമറി മൂവിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, വൈറ്റൽ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചീ ആണ് ഈ യുവാൻ ചീ അല്ലെങ്കിൽ പ്രൈമറി ചീ. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഡിറൈവ്ഡ് ഫ്രം ദ കൺജന്റിയൽ എസൻസ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കിഡ്നീസ്. കിഡ്നീസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചീ ആണ്, എസൻസ് ആണ് ഈ യുവാൻ ചീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിഡ്നിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനം എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചീ ആണ്. ഓക്കെ, ഇറ്റ് നീഡ്സ് ടു ബി സപ്ലിമെൻറ്റഡ് ആൻഡ് നറിഷ്ഡ് ബൈ ദ ഫുഡ് ആൻഡ് വാട്ടർ എസൻസ് ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് ബൈ ദ സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്ക്. ഇതിന് സപ്പോർട്ട് എവിടുന്നാണ് കിട്ടുന്നത്? നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീനിൻ്റെ സഹായത്താൽ ആ ഫുഡിനെ ദഹിപ്പിച്ച് ട്രാൻസ്ഫോം ചെയ്ത്, സ്മാൾ ഇൻഡസ്ട്രീനും കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ പൊതുവേ സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീൻ എന്നാണ് പറയുക കേട്ടോ. അതിനകത്ത് SI അവിടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, മേക്കിംഗ് യൂസ് ഓഫ് ദ ട്രിപ്പിൾ ബർണർ ആസ് എ പാസേജ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞും അറിയാതായി ട്രിപ്പിൾ ബർണർ വരുന്നു, അല്ലെങ്കിൽ ട്രിപ്പിൾ ബർണർ, അല്ലെങ്കിൽ ട്രിപ്പിൾ വാർമർ, അല്ലെങ്കിൽ ത്രയോഷ്ണ മണ്ഡലം. അതിൻ്റെ സഹായത്താൽ യുവാൻ ചീനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്നതെന്ന് ഫുഡിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൂടാ. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വിശപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പലരും പറയാറുള്ളതുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടില്ല, തിരക്കാ, ജോലിക്ക് പോകണം. ഡിന്നർ വരാൻ ഒരുപാട് വൈകുന്നുണ്ട്, രാത്രിയാണ് കഴിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ
ഫണ്ടമെൻ്റലി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ജീവനെ നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, സോ ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പണ്ടൊന്നും ഇതിനകത്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പ്രാധാന്യം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ പോലെ വന്നിട്ട് നമ്മൾ ഇരുന്നിട്ടും വണ്ടി ഓട്ടിയിട്ടല്ലല്ലോ അന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എക്സസൈസിനും റെസ്റ്റിനും വലിയ പ്രാധാന്യം പറയാത്തത്. ഓക്കെ, അപ്പം അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. അന്ന് കാലത്ത് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നന്നായി വർക്ക് ചെയ്യുമായിരുന്നു, നന്നായി ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് അതിന് ഇവിടെ അധികം പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇതൊന്നും പറയാത്തതുകൊണ്ട് ഇത് ചെയ്യേണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സെൻഡ് ടു സാങ്ഫു ഓർഗൻസ് ഇന്റേർണലി ആൻഡ് ദ ബോഡി സർഫേസ് എക്സ്റ്റേർണലി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശരീരത്തിന് എടുക്കുന്ന ചീ വന്നിട്ട് ഇന്റേർണലി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏതിനു വേണ്ടിയിട്ടാണ്? ഓർഗൻസ് എന്ന് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, ബട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ടിഷ്യൂസ് ആൻഡ് എവരി സെൽ. അതുകൂടാതെ സർഫേസ് ഓഫ് ദ ബോഡിക്കും ഇതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഫങ്ഷൻസ് എന്താണ്? പ്രൊമോട്ടിങ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഗ്രോത്തിൽ, നമ്മളൊരു കുഞ്ഞായിരുന്ന കുട്ടി പതുക്കെ പതുക്കെ നടന്ന് വളർന്ന് വലുതായി വലിയൊരു രൂപമായി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫിസിക്സ് ഒക്കെ മാറുന്നത്, ഫിസിക്കലി നമ്മുടെ ഓർഗൻസ് തൊട്ട് എല്ലാത്തിൻ്റെയും ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അത് മെൻ്റൽ ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ യുവാൻചിയുടെ റേഷ്യോ വളരെ കൂടുതലാണ്. അപ്പോൾ യുവാൻചി വളരെ കുറവുള്ള ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ ആഹാരം കഴിച്ചതുകൊണ്ട് മാത്രം ഈ ഫങ്ഷനാലിറ്റി പ്രോപ്പറായി നടക്കില്ല. ഈ ഫങ്ഷനാലിറ്റി പ്രോപ്പറായി നടക്കണമെങ്കിൽ, അതായത് നമ്മുടെ ഗ്രോത്തും ഏജിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റും മെൻ്റലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡെവലപ്മെൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ യുവാൻചി നന്നായിരിക്കണം. ഇപ്പോൾ ഒരാൾ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിലൊക്കെ വന്നിട്ട് അസൂയ കുറച്ച് കൂടുതലുണ്ടാവും, ഓക്കെ, അത്യാഗ്രഹം കൂടുതലുണ്ടാവും, അങ്ങനെ പല രീതിയിൽ സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് തന്നെ ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കാണുന്ന സമയത്ത് എനിക്ക് അതിനോട് അസൂയ തോന്നുന്നു, അല്ലെങ്കിൽ അത്യാഗ്രഹം തോന്നുന്നു, അല്ലെങ്കിൽ പുച്ഛം തോന്നുന്നു, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ വേറൊരാളടുത്ത് പോയിട്ട് മറ്റേ ആൾ പറഞ്ഞതുപോലെ പറയും. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഗ്രൂപ്പിനകത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സൈക്കിളിലോ അല്ലെങ്കിൽ മറ്റുള്ളതിനൊക്കെ തന്നെ വീടിനകത്തൊക്കെ തന്നെ വന്നിട്ട് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു അർത്ഥതലത്തിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെടുപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നതെല്ലാം തന്നെ അവരുടെ എനർജി ഇംബാലൻസ് ആണ്. അത് ഏത് എനർജിയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിൻ പോയിന്റ് എത്താൻ പറ്റും. ഇതെല്ലാം തന്നെ നിങ്ങൾ ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുന്നു, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് തെറ്റ് പറയുന്നു, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ഇപ്പോൾ നല്ലൊരു ക്രിട്ടിസൈസർ ഏതൊരു സിനിമ കണ്ടാലും അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങൾ കണ്ടാലും കുറ്റം പറയുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചീയുടെ ഡിഫറൻസ് ആണ്. ആ കുറ്റം പറയാനുള്ള ചെയ്യാൾ കൂടുതലാണ്. അത് ഏത് ഓർഗനാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറയും. നിങ്ങളുടെ അസൂയ, അത്യാഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഒരാൾ ഫ്രിഡ്ജ് വാങ്ങിയാൽ ഞാൻ വാങ്ങണം എന്നുള്ള ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ വരുന്നത് തന്നെ എല്ലാം തന്നെ ഇംബാലൻസ് തന്നെയാണ്. അപ്പോൾ അതേമാതിരി നമ്മൾക്ക് നമ്മുടെ സൈക്കോളജിക്കൽ തിങ്കിങ്ങും അതല്ലെങ്കിൽ എന്താ പറയുക ഗ്രോത്ത്, അല്ലെങ്കിൽ 8 വയസ്സായ കുട്ടിക്ക് 8 വയസ്സായ കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്ത്, ഇതെല്ലാം തന്നെ ഫങ്ഷണാലിറ്റി പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ യുവാൻചി നന്നായിരിക്കണം. നിങ്ങൾ വെറുതെ ബദാമോ അല്ലെങ്കിൽ വാൾനട്ടോ ഒന്നും കൊടുത്തത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒരു കുട്ടിക്ക് വരുന്ന പ്രധാനപ്പെട്ട ചീ ആ കുട്ടിയുടെ അച്ഛനമ്മയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ നല്ലതും ചീത്തയും എല്ലാം ആ കുട്ടിയിലേക്ക് പോയിണ്ടാവും. അപ്പോൾ ആ കുട്ടി ചീത്തയാവുന്നതും നല്ലതാവുന്നതും ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഏതിനെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വീട്ടിൽ നിങ്ങളുടെ ഒരു അച്ഛനും അമ്മയും കുട്ടിയുണ്ടെന്ന് വെക്കുക. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഭാര്യ ബാക്കിയുള്ളവരടുത്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളടുത്ത് സംസാരിച്ച് അടുത്ത ആളുടെ സംസാരിക്കുന്നത്, ഇതെല്ലാം ആ കുട്ടിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നാണ് ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നത്? ഫീഡിങ് നടക്കുന്നത്. അപ്പോൾ ആ കുട്ടി അറിഞ്ഞോ അറിയാതെയോ ഈ സമയത്തൊക്കെ നിങ്ങളുടെ കൺട്രോൾ ഇരുന്നാലും ആ കുട്ടി ഇൻഡിവിജ്വൽ ആകുന്ന സമയത്ത് ഈ വളർന്നു വന്നതിൽ അതിലെങ്ങനെയാണോ ആ കുട്ടിക്ക് അത് വന്നിട്ട് ഫീഡഡ് ആവുന്നത് അതിനനുസരിച്ചിട്ട് ആ കുട്ടി റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ആ കുട്ടി എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളതും ആ കുട്ടിയിലുള്ള ഈ ഓർഗണിൻ്റെ ബാലൻസിങ്ങിനനുസരിച്ചിരിക്കും യുവാൻചി അതെങ്ങനെ ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളത്. മനസ്സിലായോ? ഒരേ കാര്യത്തിന് 2 രീതിയിൽ കണക്കാക്കാം. ഒന്ന്, എനിക്കൊരു ഓഫീസിലുണ്ട്, ഞാൻ പോകുന്നു, എനിക്ക് ഈ കൊല്ലം ബോണസ്
എനിക്ക് മാത്രം തന്നില്ല, ബാക്കിയുള്ളവരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പല രീതിയിൽ കാണാൻ പറ്റും. പോസിറ്റീവായി കാണേണ്ടത് എങ്ങനെയാണ്? മേ ബി ഞാൻ ഈ ഒരു കൊല്ലം ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ സമയദോഷമായിരിക്കും, അടുത്ത കൊല്ലം എനിക്ക് കിട്ടുമായിരിക്കും എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. എന്താ വെച്ചാൽ അത് എന്നെ ഒരു കാരണവശാലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. മനസ്സിലാണ്ടോ? അപ്പോൾ അത് പോസിറ്റീവ് വൈബിലാണ്. ഓക്കെ, അതിന് പകരം ഞാൻ ക്രിട്ടിസൈസ് പറഞ്ഞ് എന്താ എനിക്ക് തന്നില്ല, അവർക്കൊക്കെ കൊടുത്തു, ഞാനെന്താ ഞാനും ഇവിടെ 24 മണിക്കൂർ വർക്ക് ചെയ്യണില്ലേ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുകൊണ്ട് മുതലാളിക്കോ കൂടെയുള്ള ആളുകൾക്കോ അല്ല ഇഷ്യൂസ് ഉണ്ടാവുക, മറിച്ച് ആരാണോ ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഉണ്ടാവൂ. മനസ്സിലാവുണ്ടോ? മുതലാളിക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇവന് ബോണസ് കൊടുക്കാത്തത്. മനസ്സിലാവുണ്ടോ? ഒരു ഇൻക്രിമെൻറ്റ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ഈ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് മാത്രം മോണിറ്റർ ചെയ്താൽ പോരാ. 18 വയസ്സിന് ശേഷം അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കുട്ടീനെ നിങ്ങൾ എങ്ങനെയുള്ള ഫീൽഡിലാണ് വളർത്തിയെടുത്തത്, ആ ഫീൽഡിൽ നിന്നും ആ കുട്ടിക്ക് അതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ എന്നുള്ളതനുസരിച്ച് ഇരിക്കും അത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 2 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 അച്ഛനമ്മയുണ്ടെന്ന് വയ്ക്കുക. അച്ഛൻ വെള്ളമടിക്കുന്ന ആളാണെങ്കിൽ അടുത്ത വീട്ടിലത്തെ കുട്ടിയുടെ ആളും വെള്ളമടിക്കുന്നുണ്ടെങ്കിൽ 2 കുട്ടികൾ അവിടെ വളർന്നുണ്ടെങ്കിൽ 2 പേരും വെള്ളമടിക്കുന്ന കുട്ടികളാവണം എന്നില്ല. ഒരു കുട്ടി വെള്ളമടിക്കും, ഒരു കുട്ടി വെള്ളത്തിനെ അടിക്കുന്നതിന് എതിരായിരിക്കും. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർ വളർന്നു വരുന്ന സാഹചര്യവും അതിനനുസരിച്ചിട്ട് അവർക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ യുവാൻചി അനുസരിച്ചിട്ട് അത് ഏത് ഓർഗൺ ആണോ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഓർഗൺ ആ എസൻസിനെ എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ വരും തലമുറകൾ നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിരിക്കേണ്ട ബാധ്യതയുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിനെ കണക്ട് ചെയ്തിട്ടല്ല പറഞ്ഞത്, നിങ്ങളുടെ എന്താ പറയുക ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിനകത്തും സംഭവിക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് വെളിയിലുള്ളതെല്ലാം കാണാൻ പറ്റും. യുദ്ധം കാണാൻ പറ്റും, ടെററിസം കാണാൻ പറ്റും, ഫ്രണ്ട്ഷിപ്പിനെ കാണാൻ പറ്റും, സപ്പോർട്ടിനെ കാണാൻ പറ്റും, ക്രിറ്റിസിസത്തിനെ കാണാൻ പറ്റും, കൺട്രോളിങ്ങിനെ കാണാൻ പറ്റും. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിനകത്ത് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇരുന്ന് നിങ്ങൾ തിങ്ക് ചെയ്യാൻ തുടങ്ങി, ഞാൻ പറയുന്നതൊക്കെ അപ്ലിക്കബിൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും പ്രകൃതിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നത്. ഓക്കെ, നമ്മൾ വേറൊരാൾ കാരണമല്ല ബുദ്ധിമുട്ടണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ നിരാകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു കാരണം നിങ്ങളും കൂടി തന്നെയാണ്. ഓക്കെ, ഹലോ സാറേ, മനോജാണ്. പറയും മനോജ. സാറേ, ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു സാറേ. അതെയോ? എല്ലാവർക്കും അങ്ങനെയുണ്ടോ? വേറെ ആരെങ്കിലും ഒന്ന് പറയാവോ? മനോജ്, നെറ്റ്വർക്ക് ആ ഭാഗത്ത് കുറവുണ്ടോ? എനിക്ക് കുഴപ്പം കാണാനില്ല. ഞാനപ്പോ നെറ്റ്വർക്കിന്റെ ആയിരിക്കും. ഓക്കെ, ഇനി വരുന്നുണ്ടെങ്കിൽ പറയൂ. ശരി സാർ. ഇനി വരുന്നുണ്ടെങ്കിൽ പറയൂ. ഞാനിപ്പോൾ കുറച്ചുകൂടി അടുത്ത് ചേർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ വോയിസ് കൂടുതലാണെന്ന് എപ്പോഴും പറയാറുണ്ട് എല്ലാവരെയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫോൺ കുറച്ചിപ്പോൾ ഇത്തിരി ദൂരത്തെ മാറ്റി വെക്കണം. പക്ഷേ എന്നാലും വീഡിയോയിൽ കേൾക്കുമ്പോൾ ഭയങ്കര വോയിസ് കേൾക്കുന്നത് അതുകൊണ്ടാണ്. സോ നമ്മളുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി എല്ലാം കണക്ട് ചെയ്യുന്നത് യുവാൻ ചിയാണ്. അത് പ്രൈമറി ചിയാണ്. ഇതിനെ നമുക്ക് എന്താ പറയുക പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഒരു TB പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നില്ലേ? TB ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 6 മാസം 7 മാസം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതേമാതിരി തന്നെ ക്രോണിക്കൽ ഡിസീസ്, അതായത് ഒരുപാട് കാലം നിങ്ങളെ ശല്യം ചെയ്യുന്ന അസുഖങ്ങൾ, ഇതൊക്കെ തന്നെ ഈ യുവാൻചിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവും. ലോങ് ടേം ഡിസീസസ്, ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ വരുന്നില്ലേ? അതിലൊക്കെ വരുന്ന സമയത്ത് ആദ്യം അടി കിട്ടുന്ന സാധനമാണ് ഈ യുവാൻചി. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സൊസൈറ്റി ഉണ്ട്. ഈ സൊസൈറ്റിക്കകത്ത് 1-2 തീവ്രവാദികൾ വന്നു കഴിഞ്ഞാൽ ആദ്യം അവിടെ പതുക്കെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 പേര് വന്നത് കൊണ്ട് 2-ൽ കൂടുതൽ ആളുകളുടെ മനസ്സമാനം പോകും. അതാണ് ഒറിജിനൽ അല്ലേ? നമുക്ക് ഏറ്റവും വേണ്ടത് എന്താണ്? ഏത് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും നമുക്ക് നല്ല മനസ്സമാനം ഉണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് നല്ല മനസ്സമാനം ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടായി തോന്നില്ല അല്ലേ? അതേമാതിരി ഈ ഒരു ടെററിസം വരുന്ന സമയത്ത് ആദ്യം അവിടെ നശിക്കപ്പെടുന്നത് എന്താണ്? ഒരാളുടെ മനസ്സമാധാനമായിരിക്കും.
അല്ലേ? എന്നിട്ടാണ് ബാക്കിയുള്ളവരിലേക്ക് അത് ബാധിക്കുക. അതേമാതിരി തന്നെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിനായിട്ട് ബന്ധപ്പെട്ട് കണക്കാക്കിയാൽ മതി. ഇന്ന് കാലത്ത് അത് കൂടുതലാണ്. പണ്ട് കാലത്ത് വളരെ റയറായിരുന്നു. 1,00,000-ൽ ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ 1,000-ൽ ഒരാൾക്ക് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. കാരണം പണ്ട് എവിടെയോ ഉണ്ടായിരുന്ന ടെററിസം ഇപ്പം നാട് മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകം മുഴുവനും വ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഡിസീസും നമുക്ക് ഇന്ന് കൂടുതലാണ്. അതെന്താ സംഭവിക്കുക? അത് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ ഡെസ്ട്രോയ് ചെയ്യുന്നത് നിങ്ങളുടെ യുവാൻചിയാണ്. ആ യുവാൻചി ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അസുഖങ്ങളിൽ നിന്നും ആട്ടോ ഇമ്മ്യൂണിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായി റിക്കൂപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡാമേജ് ചെയ്യുന്നത് നിങ്ങളുടെ യുവാൻചിനാണ്, അല്ലെങ്കിൽ പ്രൈമറി ചിയാണ്. എങ്ങനെയാണോ ഏതെങ്കിലും ഒരു രീതിയിൽ മതപരമായോ രാഷ്ട്രീയപരമായോ ഒരാളുടെ ശരീരത്തിനകത്ത് ആ വിഷം കുത്തിക്കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിനെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി മുക്തി അടയണമെന്നുണ്ടെങ്കിൽ യുവാൻചിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റണം. അത് ഇന്നുള്ള മോഡേൺ സിസ്റ്റത്തിലുള്ള ഒരു മെഡിസിനും പറ്റാറില്ല. അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഫെയിലിയർ ആവുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ സോങ്ചി എന്ന് പറയാം, സോങ്ചി എന്ന് പറയാം, പെക്ടറൽ ചി എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ഉള്ളൊരു ചി ഉണ്ട്. അപ്പം നമ്മൾ യുവാൻചി പറഞ്ഞു, അത് ബൈ ബർത്ത് തന്നെ കിട്ടുന്നതാണെന്ന് പറഞ്ഞു. പിന്നെയുള്ളത് സോങ്ചി ആണ്. ഈ സോങ്ചി വന്നിട്ട് 2-3 സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. അത് മേ ബി പ്രൊണൗൺസിയേഷനിൽ ചെറിയ വേരിയേഷൻസ് മോഡേൺ മെഡിസിൻകാർ എഴുതി വരുന്ന സമയത്ത് വന്ന വ്യത്യാസമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കിവിടെ ഇപ്പം സോങ്ചി എന്ന് ഉദ്ദേശിക്കുന്നത് എയർ ചി അല്ലെങ്കിൽ പ്യോർ ചി എന്ന് പറയാം. ഓക്കെ, മറ്റേത് പ്രൈമറി ചി ആണ്, ഒറിജിനൽ ചി ആണ്. ഇവിടെ വന്നിട്ട് സോങ്ചിനെ ക്ലീൻ ചി, എയർ ചി എന്നൊക്കെ നമുക്ക് വിളിക്കാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശ്വസന പ്രക്രിയയിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കൊരു ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ പറയൂലേ, പ്രാണൻ കിട്ടിയമാരുണ്ട്, നല്ല ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിട്ട് ആ തിരക്കിനകത്ത് പെട്ട് നമ്മളൊന്ന് മാറി ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ബ്രീത്തിങ് കംഫർട്ടബിലിറ്റി ഇല്ലേ, സോ ആ കിട്ടുന്നത് അതൊരു എനർജി നമുക്ക് തരും. അല്ലെങ്കിൽ ഒരു മലയൊക്കെ കയറി പോകുന്ന സമയത്ത് ഈ ക്ഷീണിച്ച് നമ്മൾ കയറി ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് അവിടെ നിന്ന് ആ തണുത്ത കാറ്റ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു സുഖം കിട്ടുന്നുണ്ടല്ലേ. എന്നുവെച്ചാൽ ആ പ്യോർ ചീ നമ്മുടെ ശരീരത്തിനകത്ത് മാക്സിമം കയറി എല്ലാവിടെയും എത്തുമ്പോൾ കിട്ടുന്ന ആ കംഫർട്ടബിലിറ്റിയാണ്. അതാണ് ഈ സോങ്ചി അല്ലെങ്കിൽ പെട്രോൾ ചീ എന്ന് പറയുന്നത്, വായുവിൽ നിന്നും കിട്ടുന്നത്. ദിസ് ഈസ് ദ ചീ ഗേതേർഡ് ഇൻ ദ ചെസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ചീയാണ്. അപ്പോൾ ഇതിനെ മറ്റേ എന്താ പറയുക, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ മാതിരി സോങ്ചി 2 തരത്തിൽ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിന് എയർ ചീ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദ സീ ഓഫ് ചീ എന്ന് പറയുന്നത് ഇതാണ്. ഫോർമേഷൻ എവിടുന്ന ഫോർമേഷൻ? ഇറ്റ് ഈസ് എ ഫോംഡ് ബൈ ദ ഓക്കെ, ഈ സോങ്ചി ഞാൻ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞതും ഇപ്പോഴും പറഞ്ഞത് ചെറിയ മാറ്റം വരും. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഓക്കെ, അതായത് എങ്ങനെയാണ് ഇത് ഫോർമേഷൻ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും എടുത്ത് അത് എയർ ചീയും കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് പെക്ടറൽ ചീ, സോങ്ചി എന്ന് പറയുന്നത്. പണ്ട് കാലത്തുള്ള കോൺഫ്ലിക്റ്റ് ആയിട്ട് 2 പറയും. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ഈ സോങ്ചിനെ എയർ ചീ മാത്രമായിട്ടും പറയും. ഫുഡ് ആൻഡ് വാട്ടറിൽ നിന്ന് കിട്ടുന്നതിനെ ഗൂച്ചി എന്ന് പറയും, GU. നമുക്ക് അടുത്ത സ്ക്രീനിൽ വരുമ്പോൾ കാണാം. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സോങ്ചി എന്ന് പറയുന്നത് എയറും ഉണ്ട് വാട്ടറും ഫുഡും ഉണ്ട് എന്നും പറയാം. അല്ലെങ്കിൽ സോങ്ചി ആയിട്ട് അതിനകത്ത് ചെറിയ സ്പെല്ലിങ് ചില പുസ്തകങ്ങളിൽ ഈ സോങ്ചി എന്ന് പറയുന്ന നേരം ZENG എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോൺഫ്ലിക്റ്റ് ചില പുസ്തകങ്ങളിൽ വരാറുണ്ട്. അങ്ങനെയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഞാൻ കണ്ടത് നിങ്ങളിൽ അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് പുസ്തകങ്ങളിലുള്ളത്. അപ്പോൾ സോങ്ചി എന്ന് പറഞ്ഞാൽ എയർ ചീ എന്നും പറയും. അതല്ലാണ്ട് എയറും ഈ ഫുഡിലെ ചീയും കൂടി ചേർന്ന് കിട്ടുന്നതുമായിട്ട് 2 കാണാം. ഒരേ പുസ്തകങ്ങളിലല്ല, കുറേയേറെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചിലതിനകത്ത് സോങ് എന്ന് പറയുമ്പോൾ എയർ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. ചില സ്ഥലങ്ങളിൽ സോങ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിൽ നിന്ന് കിട്ടിയതും വെള്ളത്തിൽ നിന്ന് കിട്ടിയതും വാട്ടറും കൂടി ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് യുവാൻ ചോദ്യം കൂടെ പിന്നീട് മിക്സ് ആവും. അപ്പോൾ ഇതിനെന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, ഇല്ല സർ. നിഖില മാം ഇല്ല, ശശികുമാരി മാം. പുതിയ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, പക്ഷെ പഴയ ആളുകൾക്ക് ഉണ്ടാവും ഇല്ലേ?
അഹമ്മദ് അലി കൺഫ്യൂഷൻ ഇല്ലേ? സത്യം. ധന്യ മാം കൺഫ്യൂഷൻ ഇല്ലേ? ഉണ്ട്. പഴയ ആളുകൾക്ക് കൺഫ്യൂഷനാണ്. കാരണം അവർ വേറൊരു പാറ്റേണിൽ പോയത് കൊണ്ടാണ്. അപ്പോൾ ആ പാറ്റേണിൽ പോകുമ്പോൾ ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പം ഞാനിവിടെ പല എന്താ പറയുക, ഈ കോഴി പാലക്കാടൻ ഭാഷയിൽ പറയും കോഴി ചെനക്കണ പോലെ എന്ന് പറയും. കോഴി ഒരു ഭാഗത്ത് നിന്ന് സമാധാനത്തോടെ കഴിക്കില്ല. ഇവിടെ കുറച്ച് അവിടെ കുറച്ച് അവിടെ കുറച്ച് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ തിരുപ്പതി അമ്പുട്ടനെ പോലെ എന്ന് പറയും. ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് എടുത്ത് വിടും, കാരണം വെച്ചാൽ അയാൾ വേറെ ആളുടെ പോകാതിരിക്കാൻ വേണ്ടി. അതേമാതിരി നമ്മൾ ഈ എന്താ പറയുക, ഇതിൻ്റെ ഭാഗമായിട്ട് പല പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കോൺഫ്ലിക്റ്റ് വരും. ആ കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് ഒരു ഉത്തരം കിട്ടുക. അപ്പോൾ സോങ്ചി എന്നുള്ളത് 2 തരത്തിൽ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ കൂടെ ശരിക്കും മനസ്സിലാക്കണം, ഏത് സിറ്റുവേഷനിലാണ് ഒരു ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ സോങ്ചി എന്ന് പറയുന്നത് ബ്രീത്തിൽ നിന്ന് കിട്ടുന്ന എയറിൽ നിന്ന് കിട്ടുന്ന ചീനിയും ഉപയോഗിക്കാറുണ്ട്. ഈ എയറിൽ നിന്ന് കിട്ടിയതിനെയും സ്പ്ലീനിൽ നിന്ന് കിട്ടിയത് മറ്റേ ആഹാരത്തിൽ നിന്ന് കിട്ടുന്നതിനും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള വാക്കും ഉപയോഗിക്കും. അത്ര ഭയങ്കര കൺഫ്യൂഷനൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സോങ്ചി എന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഹലോ ഹലോ ക്ലിയർ ആവുന്നുണ്ട് സാർ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശമൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് ശരീരത്തിനകത്ത് ബ്ലഡ് ഉണ്ടാവണം എന്നുണ്ടെങ്കിലും എല്ലാ ന്യൂട്രീഷൻസും പ്രോട്ടീൻസും നമ്മുടെ മെറ്റബോളിസം നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും തന്നെ എന്ത് വേണം? ഈ സോങ്ചി നന്നായിരിക്കണം. ഈ സോങ്ചി നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ലങ്ങിന് റിതമെറ്റിക്കായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാർട്ടിന് ഫ്ലോ ശരിയാക്കാൻ പറ്റുള്ളൂ, ഡൈജഷൻ മര്യാദയ്ക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ തുടങ്ങി എല്ലാ ഫങ്ഷനാലിറ്റിക്കും നമുക്ക് എന്ത് വേണം? ഇത് വേണം. അതേമാതിരി തന്നെ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ക്ലിയറായിട്ട് മനസ്സിലാവാനും സംസാരിക്കാനും ഒക്കെ തന്നെ ഈ സോങ്ചി നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ ഇൻചി അല്ലെങ്കിൽ ന്യൂട്രിയൻറ്റ് ചി എന്ന് പറയുന്നത്, ന്യൂട്രിയൻറ്റ് ചി നമുക്കറിയാം ഫുഡിൽ നിന്നും ആഹാരത്തിൽ നിന്നും കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ, അതിനുശേഷം ഈ എയർ ചീയും കൂടെ ചേർന്ന് യുവാൻ ചീയും കൂടെ ചേർന്നിട്ട് കിട്ടുന്നതാണ് ഇവിടെ നമ്മൾ പൊതുവെ ന്യൂട്രിയൻറ്റ് ചീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻചി എന്ന് പറയുന്നത്. ഈ ചീ വന്നിട്ട് ഓരോ ഓർഗൻസിനെയും സെല്ലുകളെയും എന്താ പറയുക, അതിനെ ഫ്ലറിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ന്യൂട്രീഷൻ ചീ. ഓക്കെ, ഇത് എല്ലാ ചീയും കൂടെ ചേർന്നിട്ടാണ്, വെള്ളത്തിൻ്റെ, ഫുഡിൻ്റെ, എയറിൻ്റെ, അതുകൂടാതെ യുവാൻ ചീയും കൂടെ ചേർന്നിട്ടാണ് ഈ ന്യൂട്രിയൻ ചീ ഉണ്ടാകുന്നത്. അത് ബ്ലഡ് പോകുന്ന എല്ലാ ഓർഗനുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ ഫ്ലറിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രിയൻ ചീ വേണം. അടുത്ത 4ാമത്തെ വി ചീ എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ പ്രതിരോധ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതും ന്യൂട്രിയൻ്റ് ചീ പോലെ തന്നെ, അല്ലെങ്കിൽ ഡിഫെൻസീവ് ചീ എന്നത് ന്യൂട്രീഷനിൽ നിന്ന് കിട്ടുന്ന ചീയെ പോലെ തന്നെയാണ്. വെള്ളത്തിൻ്റെ നിന്നും ആഹാരത്തിൽ നിന്നും പിന്നെയോ നമ്മളുടെ ബ്രീത്തിൽ നിന്നും യുവാൻ ചീയും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ മാത്രം സർഫേസ് ഓഫ് ദ ബോഡിയാണ്. അതായത് സ്കിന്നിനും മസിൽസിനും ഇടയിലും ചെറിയൊരു സ്പേസ് ഉണ്ട്, കോലി എന്നൊക്കെ പറയും. ഓക്കെ, പ്രൊണൗൺസിയേഷൻ മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ പോയിട്ട് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്താണെന്നുള്ളത് നോക്കിക്കൂടാം. സോ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ച് വരുന്ന സമയത്ത് ചിലത് മൈൻഡിൽ ഫിക്സ് ആയിട്ടാവും, അത് പിന്നീട് നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇപ്പം എൻ്റെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ജാഹീർ എന്നാണ്. പക്ഷെ ഞാൻ മൈൻഡിനകത്ത് ജാബീർ എന്നാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 10 കൊല്ലത്തോളം പരിചയമായി, ഇപ്പോഴും ഞാൻ വിളിക്കുന്നത് തെറ്റായിട്ട് തന്നെയാണ് വിളിക്കുക, പ്രോപ്പറായിട്ട് വിളിക്കാൻ പറ്റാറില്ല. ഓക്കെ, സോ അതെന്താ വെച്ചാൽ നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്ത ചില കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് മാറ്റാനുള്ള നമ്മുടെ കംഫർട്ടബിലിറ്റിയിൽ നിന്ന് വിട്ടുപോകാൻ നമ്മൾ തയ്യാറാകാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ്. പ്രൊണൗൺസിയേഷൻ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തോളാം. ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷനെ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, സോ ഇത് വന്നിട്ട് ഈ സ്കിന്നിൻ്റെ ലെയറിലാണുള്ളത്. നമ്മളുടെ പുറത്തുനിന്നുള്ള ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാക്ടീരിയയിലായിക്കോട്ടെ, ഏത് രീതിയിലുള്ള ഒരു ഡിസീസ് ഫോഴ്സ്, ഓക്കെ, എക്സ്റ്റേണൽ പാത്തജൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഈ ചീ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഈ ചീയും ന്യൂട്രിയൻ ചീയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുവാൻ ചീ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് കൊണ്ടുവന്നതാണ്. അതിനെ യൂട്ടിലൈസേഷനിൽ മാത്രമാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് TCM പറയുന്നത്. ഓക്കെ, ഇനി ഏതെങ്കിലും മോഡേൺ സിസ്റ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ സിസ്റ്റങ്ങൾ എന്തെങ്കിലും വന്ന് ഈ കെമിക്കലിൻ്റെ കോമ്പോസിഷൻ ഇല്ലാതെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ
ചിലപ്പോൾ ഈ ചീനെ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷേ ആസോൺ ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല. എപ്പോഴാണോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ നിങ്ങൾക്ക് ഫുള്ളായിട്ട്, അതായത് നേരത്തെ അയാൾ എത്ര ഹെൽത്തി ആയിരുന്നോ ഈ അസുഖം വരുന്നതിന് മുമ്പ്, എന്നാണോ അയാൾക്ക് തിരിച്ച് അതേമാതിരി ഒരാൾക്ക് വന്നതുകൊണ്ട് കാര്യമില്ല, കുറേയേറെ പേഷ്യൻസിനെ ഒരു 50% ഓഫ് ആൾക്കാരെങ്കിലും ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇങ്ങനെ ഒരു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂണിന്നും മുഴുവനായിട്ട് റീകൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് യുവാൻഷുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വർക്കിംഗ് എബിലിറ്റി കാണിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, സോ അപ്പോൾ ഇതെല്ലാം നന്നായിരിക്കണമെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ആഹാര രീതി, നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കൊടുക്കുക. അതിൽ ജലത്തിലും ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞിട്ട് മര്യാദയ്ക്കുള്ള ബ്രീത്തിങ് കാര്യങ്ങൾ. പിന്നെ TCMൽ ഇത് രണ്ടും പറയുന്നതിൻ്റെ ഞാൻ കാരണം പറഞ്ഞു, ഇത് 5000 വർഷം മുമ്പാ. അന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് എല്ലാവരും വാഹനങ്ങളിലും ഇങ്ങനെ മൊബൈൽ നോക്കി ഇരുന്നതല്ല. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയും പിന്നെ മനസ്സിന് കൊടുക്കേണ്ട റെസ്റ്റ്. ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ കമ്പാരിസനൊന്നും ഞാൻ ചില പോർഷൻസ് മനഃപൂർവ്വം കുറച്ച് വിട്ടിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം ആൾറെഡി വന്നിട്ട് പഠിച്ചവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നത് പുതിയ ആളുകളെക്കാളും. ഓക്കെ, ഞാൻ നേരെ തിരിച്ചാണ് വിചാരിച്ചത്. പക്ഷേ പുതിയ ആളുകൾക്ക് ഇതെല്ലാം വന്നിട്ട് അങ്ങനെ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ദേ ആർ അക്സെപ്റ്റിങ്. പക്ഷേ ആൾറെഡി പഠിച്ച ആളുകൾക്ക് എന്താ വെച്ചാൽ ആൾറെഡി കുറേ സാധനങ്ങൾ അവരുടെ സഞ്ചിയിലുള്ളത് കൊണ്ട് ഞാനിത് പറയുന്നത് മുഴുവനും വന്നിട്ട് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പുതിയ ആളുകൾക്ക് ഇത് കംപ്ലീറ്റ് അവർ സഞ്ചി വന്നിട്ട് കാലിയായിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇത് പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലാണ്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഓക്കെ, അതിൻ്റെ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറൈസേഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഗാദറിങ് ചീ അവിടെ കാണും. ഈ ഗാദറിങ് ചീനെയാണ് ചില പുസ്തകങ്ങളിൽ സോങ് ചീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയർന്ന് കിട്ടുന്നത് ലങ് മുഖേന ക്ലീൻ ആയിട്ടുള്ള എയർ കിട്ടുന്നുണ്ട്. അതിനെ മറ്റേ എയർ ചീ എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ഫുഡിൽ നിന്ന് കിട്ടുന്നതെന്ന് നമുക്ക് ഗ്രെയിൻ ചീ അല്ലെങ്കിൽ ഗൂച്ചി എന്ന് പറയും. യുവാൻ ചീ വന്നിട്ട് കിഡ്നിയിലൂടെയാണ് കിട്ടുന്നത്. ഈ എയർ ചീയും ഫുഡ് ചീയും കൂടിയിട്ടാണ് ഗാദറിങ് ചീ ആവുന്നത്. അത് യുവാൻ ചീയും കൂടെ ആകുന്ന സമയത്ത് ട്രൂ ചീ. ഈ സ്ലൈഡിലൊക്കെ ചെറിയ ചെറിയ പേരിൻ്റെ മാറ്റം വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പേരവരെന്തോ ഉപയോഗിച്ചോട്ടെ. കാരണം വെസ്റ്റേണിലുള്ള ആളുകൾ തന്നെ പല രാജ്യങ്ങളിലുള്ളവർ എഴുതുന്ന സമയത്ത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പല രീതിയിലാണ് ഇതിനെ ആക്കുന്നത്. ഈ ട്രൂ ചീ ആണ് ന്യൂട്രീറ്റീവ് ചീയും ഡിഫെൻസീവ് ചീ ആയിട്ട് മാറുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് വരുമ്പോൾ നോക്കാം. ലങ്ങിന്ന് സോങ് ചീ, ഇവിടെ സോങ് ചീ വന്നു. ഫുഡിന്ന് ഗൂച്ചി വന്നു. ഈ ലങ്ങെന്നുള്ള സോങ് ചീയും ഗൂച്ചിയും ചേർന്നിട്ട് ഷൻചി. ഈ ഷൻചി എന്നുള്ളതാണ് നമ്മൾ നേരത്തെയുള്ള സ്ലൈഡിൽ സോങ് എന്ന് വായിച്ചത്. ചെറിയ മാറ്റം സ്പെല്ലിങ്ങിൽ. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത് ഓരോ വ്യക്തികളാണല്ലോ, അല്ലാണ്ട് ദൈവമല്ല. ഓക്കെ, മനുഷ്യന്മാർ തന്നെയാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നത് ഓരോരുത്തരും മനസ്സിലാക്കിയതിൽ വന്നിട്ടുള്ള ചെറിയ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഈ പേരിന് പ്രാധാന്യമില്ല, അതിൻ്റെ ഫങ്ഷണാലിറ്റിക്കാണ് പ്രാധാന്യം. അപ്പോൾ എയർ ചീയും ഗ്രെയിൻ ചീയും കൂടെ ചേർന്നിട്ട് നമ്മുടെ യുവാൻ ചീയും കൂടെ ചേർന്ന സമയത്ത് ഡിഫെൻസീവ് ചീയും ന്യൂട്രീറ്റീവും ചീയും ഉണ്ടാകുന്നു. ഇത് ഒന്ന് നമ്മുടെ ഓർഗൻസിനെയും സെല്ലിനെയും പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഡിഫൻസ് ചീ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ സിമ്പിളായി മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് പല രീതിയിൽ അതിന് ഉപയോഗിക്കും. അതിന് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? ഹലോ ഹലോ, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണ് സർ. ഓക്കെ, നമ്മുടെ ഇത്ര എപ്പോഴും ഞാൻ എന്താ പറയുക, പുതിയ ആളുകൾ ഉത്തരം പറയൂ എന്ന് പറയും. ശരിക്കും ഈ ഇന്നത്തെ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ചീന എടുക്കുമ്പോൾ പുതിയ ആളുകളെക്കാളും പഴയ ആളുകൾക്ക് മനസ്സിലായോ എന്നാണ് ചോദിക്കേണ്ടത്. കാരണം അവരുടെ ആൾറെഡി ബാഗ് വളരെ ഏറെ ഒക്കുപ്പൈഡാണ്. ഹലോ ധന്യ മാം, മുഹമ്മദ് അലി, ഹലോ, മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ലാസ്റ്റ് 2 സ്ലൈഡും കൂടെ വന്നപ്പോൾ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ പേര് ഒരു ബുക്കിൽ ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പൊ അതിന്റെ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ ഇത് തന്നെയാണ് നേരത്തെയുള്ള സ്ലൈഡ്സിലുള്ളതിനെ തന്നെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ.
ഓക്കെ, സോ നമ്മളിപ്പോൾ ചീയുടെ വകഭേദങ്ങൾ പഠിച്ചു അല്ലേ? അതിന് ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് അക്വേർഡ് ചീ. അക്വേർഡ് ചീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്വയർ ചെയ്യുക, പർച്ചേസ് ചെയ്യുക, പൊക്കോർ ചെയ്യുക, ഇതൊക്കെ തന്നെ അക്വേർഡ് ചീ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യുവാൻ ചീ ഈ കാറ്റഗറിയിൽ വരില്ല, കാരണം നമ്മളതിനെ പുതിയതായിട്ട് ഉണ്ടാക്കാനോ വാങ്ങാനോ പറ്റാത്ത സാധനം. ബാക്കി ഈ അക്വേർഡ് ചീയിലുള്ളത് നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ എനർജീനെ, മറ്റേ ചീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് പ്രധാനമായിട്ട് സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീനാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സ്റ്റൊമക്ക് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് സ്പ്ലീന് മുഖേന ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന ചീനെയാണ് അത് ഒരു അക്വേർഡ് ചീയാണ്. അതിനെ നമ്മൾ ഗൂച്ചി എന്നാണ് നമ്മൾ പൊതുവേ പറയാറ്. പിന്നെ ലങ്ങിൽ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് എയർന്ന് കിട്ടുന്ന ചീ, അതൊരു ചീയാണ്. ഇതും അക്വേർഡ് ചീയാണ്. ഈ രണ്ട് അക്വേർഡ് ചീ കൂടി ചേർന്നിട്ടാണ് ഗാദറിങ് ചീ ഉണ്ടാവുന്നത്. അത് ഫുഡ് ചീയും എയർ ചീയും കൂടെ ചേർന്നിട്ടാണ്. അത് എവിടെയാണ് ഫോർമേഷൻ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെസ്റ്റിലാണ്. അക്വേർഡ് ചീയിൽ ആദ്യത്തെ സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീനിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ സ്പ്ലീനിൻ്റെ അവിടെയാണ്, സ്റ്റൊമക്ക് സ്പ്ലീനിൻ്റെ ഏരിയയിലാണ്. ലങ്ങിൻ്റെ ചീ കിട്ടുന്നത് ചെസ്റ്റ് ഏരിയയിലാണ്. അതേമാതിരി ഗാദറിങ് ചീ ഫോർമേഷൻ ആവുന്നതും ചെസ്റ്റിലാണ്. അപ്പോൾ അവിടെ എയർ ചീയും ഫുഡ് ചീയും. അപ്പോൾ ഫുഡിൽ നിന്ന് എടുക്കുന്ന ചീനെ മുകളിലേക്ക് കൊടുത്ത് ലങ്ങും കൂടി വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഗാദറിങ് ചീ ഉണ്ടാവുന്നത്. ഈ കിഡ്നി ചീ അക്വേർഡ് ചീയിൽ പെടില്ല, അത് ഒറിജിനൽ ചീയാണ്. അത് ഈ ഗാദറിങ് ചീയുടെ കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ന്യൂട്രീറ്റീവ് ചീയും ഡിഫൻസീവ് ചീയും കിട്ടണം. ക്ലിയർ ആയോ മുഹമ്മദ് അലി? ഏതാ പറയേണ്ടത്? ഏതുവരെ മനസ്സിലായി? അക്വേർഡ് ചീ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ചീയാണ്. അതേതൊക്കെയാണ്? ബ്രീത്തിങ്ങും ഫുഡിൽ നിന്നും വെള്ളത്തിൽ നിന്നും. കിഡ്നിയുടെ അക്വേർഡ് ചീ അല്ല, അത് പ്രീനാറ്ററൽ ചീയാണ്. ഈ അക്വേർഡ് ചീയിൽ പ്രധാനമായിട്ട് ഏത് സ്ഥലത്താണ്? നേരത്തെ പറഞ്ഞു വരുന്നതിനെ ഒരു സിംഗിൾ ഷോട്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രം. സ്റ്റൊമക്കും സ്പ്ലീനിൻ്റെയും സഹായത്താൽ ഡൈജഷനിൽ നിന്ന് കിട്ടുന്നത്, ജലം, ഫുഡ് എന്നൊക്കെ കിട്ടുന്നതാണ് അക്വേർഡ് ചീയിൽ ഏറ്റവും പ്രധാനമുള്ളത്. അതിനെ ഫുഡ് ചീ എന്ന് പറയും, അല്ലെങ്കിൽ ഗൂച്ചി എന്ന് പറയും. പിന്നെ ചെസ്റ്റിൽ നിന്ന് കിട്ടുന്ന ബ്രീത്തിങ്ങിലൂടെ കിട്ടുന്ന ചീ ലങ് ചീയാണ്. അതാണ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ സോങ് എന്ന് പറയുന്ന ചീ, ചില സ്ഥലത്തിന് എയർ ചീ എന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത സാധനം. ഈ ഫുഡിൽ നിന്ന് കിട്ടിയതും ലങ്ങും കൂടി ചേർന്നിട്ടാണ് ഗാദറിങ് ചീ ഉണ്ടാവുന്നത്. ഈ ഗാദറിങ് ചീ യുവാൻ ചീയും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീറ്റീവ് ചീയും ഡിഫൻസീവ് ചീയും ഉണ്ടാവുന്നത്. ഈ യുവാൻ ചീ എന്ന് പറയുന്നത് കിഡ്നിയിൽ നിന്ന് കിട്ടുന്നതാണ്. ആണോ മുഹമ്മദ് അലി ചേട്ടാ? മനസ്സിലായോ? യെസ് ആർ നോ എന്ന് പറയാവോ? മനസ്സിലായോ? ഈ കിഡ്നിയിൽ നിന്ന് കിട്ടുന്നതിനെ ഇന്നേറ്റ് ചീ എന്ന് പറയും, അല്ലെങ്കിൽ പ്രീനാറ്ററൽ ചീ എന്ന് പറയും. അതായത് ജനിക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ചീ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ചീയും എയർ ചീയും നന്നായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് മോഡേൺ 2025 ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഫുഡും വാട്ടറും മാത്രം പറഞ്ഞാൽ പോരാ, ബ്രീത്തിങ് മാത്രം പറഞ്ഞാൽ പോരാ, പ്രോപ്പർ റെസ്റ്റും പ്രോപ്പർ പ്രവൃത്തിയും വേണം. അത് TCM-ൽ ഇല്ലാത്തതാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതും കൂടെ കമ്പൈൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിന് അത് മാച്ച് ആവുള്ളൂ. ഇതുവരെയുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക്? 9 മണിയായി. ഞാൻ ബ്ലഡും കൂടെ ഇന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാണ്, പറ്റിയില്ല. നമ്മളിനി ബ്ലഡിൻ്റെയാണ് എടുക്കേണ്ടത്. ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ ഹലോ ഹലോ
സാർ ചീന്റെ കാര്യം ഒരിടത്ത് എഴുതിയപ്പോഴേ ആ ക്യുങ്ചി എന്ന് കണ്ടിട്ടാണ് QING അത് ഏത് അത് ചെയ്യണം? ഒന്നുമില്ല, അത് എയർന്ന് കിട്ടുന്ന ചീനെ തന്നെയാണ് കിങ്ചി എന്ന് പറയുന്നത്. ഓക്കെ സാർ. ഓക്കെ, ഇതിലുണ്ടായിരുന്നു അല്ലേ അത്? എയർ ഉണ്ടായിരുന്നു. ചീടായിരിക്കും എഴുതിണ്ടാവുക. ഒരു മിനിറ്റ്. നമ്മൾ സോങ് ചി എഴുതിയ സ്ഥലത്ത് എവിടെയോ എഴുതിയിട്ടുണ്ടായിരുന്നേ. അത് നോക്കൂ. ആൻഡ് ദ ക്യുങ്ചി ക്ലിയർ ആൻഡ് ക്ലീൻ ചി ഫ്രം ദ എയർ ദാറ്റ് ഈസ് ഇൻഹെയിൽഡ് ബൈ ദ ലങ്സ്. ഓക്കെ, ഈ വാക്ക് ഈ ക്യുങ്ചി എന്നുള്ളത് ഒരുപാട് പുസ്തകങ്ങളിൽ കാണാറില്ല. ഓക്കെ, ഈ ക്യുങ്ചി ഇല്ലാത്തവിടങ്ങളിലെല്ലാം വന്നിട്ട് ക്യുങ്ചിക്ക് പകരം സോങ് ചി എന്ന് അവിടെ എഴുതിയിട്ട് മറ്റേ ഈ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഷങ് ചി എന്ന് പറഞ്ഞിട്ട് മാറും. അത് ഓരോ പുസ്തകങ്ങളിൽ ഓരോ പോലെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമല്ലോ. എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ട് ഒരു പുസ്തകം വായിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഈ ബുക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത് ഇവിടെ ക്യുങ്ചി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനിയൊരു ബുക്കിൽ പോകുന്ന സമയത്ത് എയർ ചീനെ സോങ് ചി എന്ന് പറയും. ഇത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ കിട്ടുന്നത് തന്നെയാണ്. നിങ്ങൾ ഈ പിക്ചറൊക്കെ കിട്ടുന്നത് തന്നെയാണ്. ഇതിനകത്ത് തന്നെ സോങ് ചി എന്ന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. മറ്റേ സോങ് ചീനെ വന്നിട്ട് ഗാദറിങ് ചീയുടെ അവിടെ സോങ് ചി എന്ന് എഴുതുന്നതുണ്ട്. ആ കൺഫ്യൂഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. ചൈനീസ് പ്രൊണൗൺസിയേഷനാണ്. ആ എഴുതുന്ന ആളുകൾക്ക് മറ്റേ വരുന്ന കൺഫ്യൂഷനാണ്. നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. ആ വാക്കുകൾക്ക് പ്രാധാന്യമില്ല. ക്യുങ്ചി എന്ന് പറയുന്നത് എയർന്ന് കിട്ടുന്ന ചീനയാണ് പറയാം. പിന്നെ കുറേ എണ്ണം കേട്ടിട്ട് ഞാനും കൺഫ്യൂഷനിലാണ്. അതുകൊണ്ടായിരിക്കും ഞാനപ്പോൾ പറയാൻ വിട്ടുപോയത്.